ഇവിടെ പറഞ്ഞല്ലോ, പന്ന്യൻ പറഞ്ഞു, മനുഷ്യനാണ് ഡാറ്റ ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് പുതിയ നാനോ ടെക്നോളജി ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും എല്ലാം മനുഷ്യനുണ്ടാകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയ്ക്ക് ഞാനെതിരാണ്. ലോകത്ത് രണ്ട് ചിന്തകളാണെന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും, നഷ്ടപ്പെടില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ ആ നഷ്ടപ്പെടില്ല എന്ന് പറയുന്നവരുടെ ഭാഗത്താണ്. കാരണം പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവിടെ സമരമുണ്ടായി. എന്തുകൊണ്ടാണ്? തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള ഭീതിയിലായിരുന്നു. അത് തെറ്റാണെന്ന് പിൽക്കാലം തെളിയിച്ചു. എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ജീവിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നു, നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ആരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടില്ല, പുതിയ തൊഴിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ പഴയ ജോലികൾ ഒബ്സലേറ്റ് ആവും, അത് സത്യമാണ്. പക്ഷെ പുതിയ ജോലികൾ ഉണ്ടാവുകയാണ്, അവിടെയാണ് പ്രധാനം. പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം നമ്മൾ സ്വയം പരിഷ്കൃതമാകുക എന്നുള്ളതാണ്. പഴയ ആളുകളൊക്കെ എത്രയോ പ്രായം ചെന്ന എത്രയോ ആളുകൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സംവിധാനം എത്ര ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാണ്. ഇപ്പൊ എന്താ വേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ആളുകളെ അപ്ഡേറ്റ് ചെയ്യുകയും പരിഷ്കരിക്കുകയും അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സിൽ 3 ദിവസം എനിക്ക് കിട്ടിയുള്ളൂ. അമേരിക്കയിൽ ഞാൻ പോയപ്പോൾ ഷിക്കാഗോയിൽ പോയി. എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയതാണ്. എന്നെ കൊണ്ടുപോയത് തന്നെ എങ്ങനെയാ? യൂണിവേഴ്സിറ്റിയിലാണ്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ എന്നെ കൊണ്ടുപോയത് തന്നെ ഒരു കാറ് വന്ന് നിന്ന്, ഡ്രൈവറും ഇല്ല, ആരുമില്ല. ഞാൻ പേടിച്ചു പോയി, ഇതെങ്ങനെ പോകുന്നു. അപ്പോൾ ഡ്രൈവറില്ലാത്ത കാറിലാണ് തിരക്ക് പിടിച്ച ഷിക്കാഗോ നഗരത്തിലൂടെ പോയി എന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഡ്രൈവറില്ലാത്ത കാറിൽ പോകുന്നത്. പൈലറ്റ് ഇല്ലാത്ത വിമാനം, യുദ്ധവിമാനങ്ങളായിരുന്നു പണ്ടുണ്ടെങ്കിൽ ഇപ്പം അത് മാറി. ഇപ്പം അല്ലാതെയുള്ള യാത്രാ വിമാനങ്ങളെ പറ്റി, യാത്രാ വിമാനങ്ങൾ തന്നെ പറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഭാവിയിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുകയല്ല, പുതിയ ജോലികൾ കണ്ടെത്തുകയാണ്. അപ്പൊ അതിന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ പണ്ട് നമ്മൾ നില ഉഴുതുകൊണ്ടിരുന്നവൻ ട്രാക്ടർ വന്നപ്പോൾ എന്ത് ചെയ്തു? ജോലി ഉപേക്ഷിച്ച് പോയില്ല, അവൻ ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു. കമ്പ്യൂട്ടർ ഉപയോഗിച്ചവൻ എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ തയ്യാറായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ കേരളത്തിലുള്ളവരാണ്, ലോകത്തെമ്പാടും ജോലി ചെയ്യുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ യന്ത്രമനുഷ്യന്റെ പേര് ഇന്ന് ലോകത്തെമ്പാടും പ്രസിദ്ധമായിട്ടുള്ളതാണ്. ആ യന്ത്രമനുഷ്യൻ ലോകം മുഴുവൻ സഞ്ചരിക്കുക. സൗദി അറേബ്യയാണ് ആ പേര് കൊടുത്തത്, അവർക്ക് ആദ്യം പൗരത്വം കൊടുത്തത്. അപ്പൊ കമ്പ്യൂട്ടർ മനുഷ്യൻ തന്നെ ലോകത്ത് ഇന്ന് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുകയും ജനങ്ങളുമായി ബന്ധപ്പെടുകയും ലോകത്തെമ്പാടും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഗോൾഡ് ആയിരുന്നു ഏറ്റവും വിലപിടിപ്പുള്ളത്, അത് കഴിഞ്ഞ് എണ്ണയായി, ഇപ്പോൾ ഡേറ്റയാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. ആ ഡേറ്റ, ഏറ്റവും കൂടുതൽ ഡേറ്റ കയ്യിലുള്ള ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നന്നായി ഉപയോഗിച്ച ഡേറ്റയാണ്. ഡേറ്റ അനലിറ്റിക്സ് വളരെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം സ്ഥാനാർത്ഥികളെ, ഞാനടക്കം ധാരാളം സ്ഥാനാർത്ഥികൾ ഫലപ്രദമായി അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഡേറ്റ അനലിറ്റിക്സിലൂടെ മനുഷ്യന്റെ സ്വഭാവം വരെ കണ്ടെത്താനും അവന്റെ വോട്ട്, അവന്റെ ബിഹേവിയർ എന്താണെന്ന് കണ്ടെത്താനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നടന്നത്. എല്ലാ പാർട്ടികളും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ ടെക്നോളജി വളർന്നു വരുന്നത് നമുക്ക് ഗുണം തന്നെയാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക്, പക്ഷേ ഇപ്പൊ നമ്മളൊരു പുസ്തകം, നമുക്കൊരു കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ പെട്ടെന്ന് മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുന്നതും ഒരു പുസ്തകം വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗൂഗിളിൽ ഒരു ഷാലോ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുള്ളൂ. ഇപ്പൊ CP ജോൺ ആരാണെന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഓരോ സംഭവവികാസങ്ങളെ പറ്റി പെട്ടെന്ന് കിട്ടും. പക്ഷെ അത് ഷാലോ ഇൻഫർമേഷൻ ആണ്. ഡീറ്റെയിൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ പുസ്തകം വായിച്ചേ മതിയാവും. അതാണ് അതിന്റെ സത്യം. അപ്പൊ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാതെ നമ്മൾ പഴയ കാലത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല.
ഇപ്പൊ കേരള മോഡലിനെ പറ്റി പറയുന്നു. കേരള മോഡൽ ഒരു കാലത്ത് ഒത്തിരി പ്രകീർത്തിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറഞ്ഞ കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം കൈവരിച്ച നേട്ടത്തെ പറ്റിയാണ് കേരള മോഡൽ എന്ന അമർത്യസനെ പോലുള്ള നോബൽ സമ്മാന ജേതാവ് പ്രകീർത്തിച്ച് പറഞ്ഞത്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്തെ സ്ഥിതി എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തന്നെ തട്ടിച്ചു നോക്കിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു? ഇത് വളരെ പരീക്ഷണത്തിന് വിധേയമാക്കുക അല്ലെങ്കിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ കുട്ടികൾ മുഴുവൻ കേരളം വിടുന്നു. എന്താണ്? മെച്ചപ്പെട്ട ആഗോള തലത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കിട്ടുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടുന്നില്ല. പഠനമെന്ന് പറയുന്നത് പണ്ടൊക്കെ പറയാൻ ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല എന്നൊക്കെ പറയാമെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ പഠിച്ച് ജോലി വാങ്ങേണ്ടത് അവന്റെ സബ്സിസ്റ്റൻസിനും നിലനിൽപ്പിനും ആവശ്യമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആഗോള നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ സാമീപ്യമില്ലാത്തതും പഠനത്തിനുള്ള അവസരമില്ലാത്തതും ജോലി കിട്ടാത്ത അവസ്ഥയും പലരെയും കേരളം വിടാൻ പ്രേരിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, അവർക്ക് താല്പര്യമില്ല. They have to do everything as fast as possible. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കാതെ വരുന്ന ആളുടെ കാര്യം പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ്. എന്റെ ഒരു സുഹൃത്ത് വിദേശത്തായിരുന്നു, പഞ്ചാബിയാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി വന്നു, കോയമ്പത്തൂരിനടുത്ത്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇവിടെ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയും, നാട്ടിൽ ഇവിടെ അംഗീകാരം കിട്ടാൻ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ആരെയും കാണാൻ പോയില്ല, അദ്ദേഹം ഒരു ശുപാർശയ്ക്കും പോയില്ല. അദ്ദേഹം തന്റെ അപേക്ഷകൾ മുഴുവൻ ഓൺലൈനിലൂടെ അപേക്ഷ കൊടുത്തു, കാര്യങ്ങൾ വെരിഫൈ ചെയ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് അതിന് അനുവാദം കിട്ടി. കേരളത്തിലാണെങ്കിൽ കിട്ടുമോ? നമ്മുടെ സംവിധാനങ്ങളിൽ മാറ്റം ഉണ്ടാകണ്ടേ? അപ്പൊ ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾ 10-20 പേരുടെ പില്ലർ ടു പോസ്റ്റ് എന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ ആളുകൾ നടന്ന് കണ്ട് അനുവാദം വാങ്ങുകയും ശുപാർശ ചെയ്യുകയും ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ലോകത്ത് നിന്ന് മാറി. ഇപ്പൊ വിഴിഞ്ഞം വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കുളച്ചൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടു ആ ഭാഗത്തൊക്കെ. വിഴിഞ്ഞത്തിന്റെ പ്രയോജനം ഇന്ന് തമിഴ്നാട്ടുകാർ, കന്യാകുമാരിക്കാരാണ് റീപ്പ് ചെയ്യുന്നത്. കാരണം എന്താ? അവിടെ ലേബർ ചീപ്പ്, സ്ഥലം ഇതിന്റെ ഇത് കുറവ്, അവിടെ ലേബർ പ്രോബ്ലം, ഇതൊക്കെയാണ് ഞാൻ അവരോട് സംസാരിച്ചത്. നിങ്ങളെന്താ ഇവിടെ തുടങ്ങുന്നത്? ഗ്രീൻ ഹൌസുകൾ തുടങ്ങുന്നു, വലിയ വലിയ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതിന്റെ കാരണം അവരുടെ അധ്വാന ശേഷിയും അവരുടെ സാഹചര്യങ്ങളുമാണ്. അപ്പൊ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് പ്രയോജനമുണ്ടാകേണ്ട കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി നമ്മളൊരു പാരലൽ റോഡിനെ പറ്റി ആലോചിക്കുകയാണ്. ഞാറമ്മൂട് വരെയുള്ള ഒരു പുതിയ റോഡ്, അതിന്റെ ഇതുവരെ തുടക്കം പോലും ആയിട്ടില്ല. വിഴിഞ്ഞം കഴിഞ്ഞിട്ട് അത്ര കാലമായി. ഒരു റെയിൽവേ ലൈനെ പറ്റി തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതേ അവസരമാണ് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ അവരതിന്റെ പ്രയോജനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ?